കുറച്ചൊന്ന് തിരക്കായി പോയി. പിന്നെ ഞാനൊന്ന് ഫ്രീ ആയിട്ട് വരുന്ന സമയം താമസിക്കും. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്നായിരുന്നു, മറ്റേ ഡാഷ്. പൈസയൊക്കെ കൊടുത്ത് കാര്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷേ അതിന് വന്നതിന് ശേഷം അതിന് വയ്യ, സുഖമില്ല. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഓപ്പൺ ടെറസില്ല, അവിടെയാണ് അതിനെ ഇട്ടിരുന്നത്. അപ്പം എനിക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിന്നാണെങ്കിൽ വൈഫൈയുടെ റേഞ്ച് കിട്ടുന്നില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്നിട്ട് ഒരു ദിവസം അവനവിടെയൊക്കെ നടന്ന് ഞാനവിടെ ഇരുന്ന് ഒരു വീഡിയോ ഒക്കെ അയച്ച് നോക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ എന്ത് ചെയ്യാനാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ. പക്ഷെ വീടിനകത്തങ്ങ് ഇറങ്ങി നടക്കില്ല, ഒറ്റ ഇതേ ഉള്ളൂ. അപ്പം കാരണം ഇതുങ്ങൾക്ക് നഖമൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ചെറുത് സ്നേഹിക്കുന്നതായിരിക്കും, പക്ഷെ പോറൽ വീണ അങ്ങനെയൊക്കെ ഉള്ളൊരിതുണ്ട്. അപ്പം മാനസയുടെ അടുത്തൊന്നും ഇതില്ല. കുഞ്ഞ് തീരെ ചെറുതാണ്, 1 മാസം പ്രായമുള്ളായിരുന്നു. പക്ഷെ അതിന് വയ്യാണ്ടായിട്ട് ഹസ്ബൻഡ് കുറേ കാശ് മുടക്കി. എത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നറിയാം, രാത്രിയിലും ഒക്കെ കൊണ്ടുപോകും ബാസ്ക്കറ്റിലാക്കി. അപ്പം കഴിഞ്ഞ ദിവസം ഹസ്ബൻഡൊന്ന് പുറത്തോട്ട് പോയപ്പോഴത്തെ അന്നത്തെ ദിവസം അതിന് ആഹാരമൊന്നും കഴിക്കുന്നില്ല. അപ്പം ഗ്ലൂക്കോസ് പിന്നെ കരിക്കും വെള്ളം അതൊക്കെയായിരുന്നു. അപ്പം ഹസ്ബൻഡ് പോയപ്പോഴത്തേക്ക് ഞാനാണ് പിന്നെ ഫുഡൊക്കെ കൊടുത്തത്. എന്നിട്ടാണെങ്കിൽ എനിക്കാണെങ്കിൽ അങ്ങ് സങ്കടം, അങ്ങ് ക്ഷീണിച്ച് ഒന്നും കഴിക്കാതെ അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ മാനസയെപ്പോലെ നീ വേഗം വാ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഉണ്ടല്ലോ അതിനെ എടുക്കക്കൂടെ. പിന്നെ ഞാനിങ്ങനെ ഈ സിറിഞ്ചിൽ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചൊക്കെ കൊടുക്കും. അപ്പോൾ അത് അങ്ങോട്ട് നല്ലപോലെ ഇത് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ അന്ന് ആഹാരം കൊടുത്തെന്നൊക്കെ ഇച്ചിരി കുറവൊക്കെ പോലെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ, അപ്പം രാത്രിയിലെ ഹസ്ബൻഡ് വരത്തുള്ളൂ, അപ്പം അച്ഛാ കുറവുണ്ടെന്ന് തോന്നുന്നു ഇപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയി ഇങ്ങനെ ചുരുണ്ട് കിടക്കും. നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പുറകെ എണ്ണീച്ച് അവിടെയൊക്കെ നടക്കും, പിന്നെ അങ്ങ് തിരിച്ചു പോയി കിടക്കും. വയ്യ, അപ്പം പതുക്കെ മാറുള്ളൂ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തോ അവന് ക്ഷീണം നല്ലതുപോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ വെള്ളം കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, ലാസ്റ്റ് അല്ല, അതിന് തൊട്ട് മുമ്പ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരിടത്തുനിന്ന് എണീറ്റ് വന്നിട്ട് അവൻ എൻ്റെ കാലിലിങ്ങനെ തൊട്ട്. എന്നിട്ട് ഞാൻ വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ എന്നെ നോക്കും, വാലൊക്കെ ആട്ടി ഭയങ്കര സ്നേഹമൊക്കെ എന്നോട് പ്രകടിപ്പിച്ച്. അതിൽ ഞാൻ വീണ് പോയെന്ന് പറയാമല്ലോ. ഭയങ്കരമായിട്ട് എനിക്ക് അവനോടങ്ങ് ഭയങ്കര സ്നേഹമായിപ്പോയി. എന്നിട്ട് പിന്നെ വൈകുന്നേരം ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ശരിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ അടുത്ത സമയം ഒരു 2.5 മണിക്കൂർ ആ ഒരു ടൈമിൽ ഇടവിട്ടാണ്. പിന്നെ കൊടുക്കുന്നതിന് സമയത്തിന് മുമ്പ് ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ അവധിയല്ല, ഞായറാഴ്ച ഞാനും മാനസയും പുറത്തൊക്കെ ഇറങ്ങി നടന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, പട്ടി ചത്തുപോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അതെന്ത് പറ്റി അച്ഛാ? അതേ മരവിച്ച് അവിടെ കിടപ്പുണ്ട്. ഞാൻ ചെന്ന് നോക്കിയിട്ട് അപ്പോൾ ലാസ്റ്റ് ഞാൻ വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ട് അവന് കുറച്ച് തുണിയൊക്കെ എടുത്തിട്ടുണ്ട് കിടക്കാൻ. അവിടെ പോയാൽ കിടന്നത്, അവിടെ തന്നെ കിടന്ന് ചെത്തങ്ങ്. എനിക്കാണെങ്കിൽ അങ്ങ് സങ്കടം വന്നിട്ട് പോയി. എനിക്ക് നമ്മൾ മനുഷ്യരെ ആയാലും ജീവികളെ ആയാലും എനിക്ക് സ്നേഹിക്കാനുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങ് കരച്ചിൽ വരും. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഫീലിങ്സ് ആയിപ്പോയി. മാനസയോട് പറഞ്ഞു, മിട്ടു എന്നൊക്കെ പേരൊക്കെ ഇട്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് മാനസ ചോദിക്കുകയാണ്, ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നപ്പോൾ അവൾ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് മിട്ടുവിനെ ഇഷ്ടമാണോ അമ്മേ? ഞാൻ പറഞ്ഞു, എനിക്ക് മിട്ടുവിനെ ഇഷ്ടമാണ്. അമ്മയ്ക്ക് വേറെ ഒരു ഇതില്ല. അകത്തൊക്കെ കയറി നടക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇതിങ്ങളുടെ രോമമൊക്കെ കൊഴിഞ്ഞു വീഴുമല്ലോ, നീ കുഞ്ഞല്ലേ, അതേ ഉള്ളൂ. അല്ലാതെ അമ്മയ്ക്ക് മിട്ടുവിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് കഥയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നപ്പോഴാണ് അത് ചത്തുപോയെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇതിനെയൊക്കെ നോക്കുക. അപ്പം എന്തോ ഇൻഫെക്ഷൻ ആയതാണതിന്. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും കുഞ്ഞു പട്ടിയല്ല, 1 മാസത്തെ പ്രായമുള്ളൂ, അതിനുള്ളിൽ അതാകും രക്ഷപ്പെടും. അപ്പം ഹസ്ബൻഡ് വരുന്നിടം വരെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് അതിനെ താഴെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു, അകത്ത് തന്നെ ഒരു കുഴിച്ച് ഇട്ടാൽ മതി അച്ഛാ. പിന്നെ അച്ഛനൊരു കുഴിയൊക്കെ എടുത്ത് അതിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അവൻ ഹസ്ബൻഡ് അങ്ങോട്ട് പറയാൻ തുടങ്ങി, അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാ, അത് പോയി. ഭയങ്കര ഒരു വിഷമമായിരുന്നു ഇന്നലെ രാത്രി കിടന്നിട്ടും എനിക്ക് അവനെക്കുറിച്ചുള്ള ചിന്തയായിപ്പോയി. ഉറക്കം വന്നില്ല അതുകൊണ്ട് ഇന്നലെ ഭയങ്കര വിഷമം.
അത്രേ ഉള്ളൂ. നമ്മൾ ഒരാളെ ഇങ്ങനെ സ്നേഹിച്ചിങ്ങനെ തുടങ്ങിക്കഴിയുമ്പോൾ, അപ്പം എനിക്ക് അത്രയും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയി എല്ലാം ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മരുന്ന് കൊടുക്കുകയോ ആഹാരം കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഹസ്ബൻഡിന് എന്ത് വിഷമം ഉണ്ടായി കാണും. പൈസയും മുടക്കി 700 രൂപ ഒരു ഇഞ്ചക്ഷന് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാനാ. മാനസിയോട് പറഞ്ഞപ്പോൾ മാനസിക്കൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു മോങ്കുട്ട മിട്ടു ചത്തുപോയി. മിട്ടു ചത്തുപോയോ? ആരാണ് അതിനെ കുത്തിവെച്ച് കൊന്നോ? ആശുപത്രി കൊണ്ടുപോയി കുത്തിവെച്ചല്ലേ, അങ്ങനെ കൊന്നോ അമ്മേ എന്നൊക്കെ ചോദിച്ചു. എന്തോള് പറയുന്നതെന്നും എനിക്കറിയാം. ഞാൻ പറഞ്ഞാൽ അങ്ങനെ കൊന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ പിന്നെ അതങ്ങ് വിട്ടുപോയെന്ന് തോന്നുന്നു, പിന്നെ ചോദിച്ചിട്ടില്ല. പിന്നെ ഇവിടെ വെള്ളമില്ല. ഇവിടെ ഈ ജപ്പാൻ വെള്ളമാണുള്ളത്. ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവരെന്ന് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് മാന്തി പൊട്ടിച്ചിട്ട് അപ്പം ഞങ്ങളുടെ അപ്പുറത്തെ ഭാഗത്തുള്ളവർ പറഞ്ഞ 2 ആഴ്ചയ്ക്ക് മുകളിലായി അവർ വെള്ളം കാശ് കൊടുത്ത് മേടിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ വലിയ ടാങ്കിൽ താഴെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ കറക്റ്റായ ഇതാണ് രാവിലെ ക്ലാസ് ഉള്ള ദിവസം തന്നെയാണ് എനിക്ക് ഇവിടെ വെള്ളം. എങ്ങനെ മുന്നോട്ട് പോകും? ബുധനാഴ്ച നാളെ ഇനി ഒരു ദിവസം കൊണ്ട്, നാളെ മറ്റന്നാൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് കിട്ടിയാൽ വ്യാഴാഴ്ച ചിലപ്പം വെള്ളം വന്നെങ്കിൽ വന്നു. ബുധനാഴ്ച വരെ വെള്ളം മുടങ്ങുമെന്നാണ് നോട്ടീസുള്ളത്. എന്താകുമോ എന്തോ. കാശ് കൊടുത്തല്ലെങ്കിൽ വെള്ളം മേടിക്കേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും ടാങ്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എന്നിട്ടും പോലും തികഞ്ഞില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വെള്ളം വന്നിട്ട് നന്നായിട്ട് വെള്ളം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് സംഭവിച്ചത്. അവർക്കിതിൻ്റെ വിഷമം വല്ലതും അറിയാമോ? എത്ര പേര് കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് വെള്ളത്തിന്. കാശ് കൊടുത്ത് വെള്ളം മേടിക്കേണ്ട അവസ്ഥ. കേരളമേ മൊത്തവും വെള്ളമാണ് കേരളത്തിൽ, ഇല്ലേ? എത്ര കായലുകളുണ്ട്, കുളവും തോടും എല്ലാം ഉണ്ട്. പണ്ട് ആളുകളെല്ലാവരും ഈ നാടിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ചേർത്തല ഭാഗത്തൊക്കെ എല്ലാ വീട്ടിലും ഒരു കുളവും ഉണ്ടായിരുന്നു. ആ കുളത്തിലെ വെള്ളം ഉപയോഗിച്ചാണ് അവർ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒറ്റ കുളവും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കുണ്ട്. എല്ലാം മോശമായിപ്പോയി. അങ്ങനെ ഇങ്ങനെ നാശമാക്കിയിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങളുടെ സാറിൻ്റെ വീട്ടിലൊരു കിണറുണ്ട്. നല്ല വെള്ളമാണ്. അവർ ഇങ്ങനെ കിണർ മൂടുമൊന്നുമില്ല. ആ വെള്ളം എടുത്താണ് ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അവർ കുളിക്കുന്നതിനൊക്കെ എല്ലാത്തിനും എടുക്കുമെന്ന് പറഞ്ഞു. നല്ല വെള്ളമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ കുഴൽക്കിണർ കുത്തിയിട്ട് കൊള്ളാത്ത വെള്ളമാണ്. നമുക്ക് എന്തോ ഭയങ്കര ഇറിറ്റേഷനാണത്, ആ വെള്ളം വെച്ച് കുളിക്കാനെടുക്കാൻ. ഇനിയിപ്പം വേറെ നിവൃത്തിയില്ലല്ലോ. നമ്മൾ നിവർത്തി കിടുമ്പോൾ നമ്മൾ എന്തും സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതിലേക്കല്ല നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം താഴേന്ന് വെള്ളം കൊണ്ടുവന്ന് വെച്ച് ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്ത് ചെയ്യാനാണ്? വേറെ നിവർത്തിയില്ലല്ലോ. അതൊക്കെയാണ് ഒരു കാര്യം. ഇപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇനി വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ SBIയുടെ അടുത്ത പ്ലാൻ ഞാൻ ചെയ്തു 2 ദിവസത്തേക്ക് മുമ്പ്. അതെൻ്റെ ഫ്രണ്ടാണ്. കൊല്ലത്ത് ഞാൻ PG പഠിക്കുമ്പോൾ ഉള്ള എൻ്റെ ഫ്രണ്ടാണ്. അപ്പം അവളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പം ശനിയാഴ്ച അവൾ പ്ലാൻ ചെയ്തു. പറഞ്ഞു വേറെ ഒന്നുമില്ല ചേച്ചി, ഇത് നല്ല പ്ലാൻ അല്ലേ, ഇത് നല്ലതല്ലേ ചേച്ചി, എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു ഇത് നല്ലതാണ്, നിനക്ക് പറ്റിയാണ്, നീ പറഞ്ഞ ഒരു ഇതിലേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, വേറെ ഒന്നും മാഡത്തിനെ കൊണ്ട് വന്നിട്ട് സംസാരിപ്പിച്ച് ക്ലിയർ ചെയ്തോണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പം മാഡം പറയുന്നത് എന്നോടൊന്നും ചോദിച്ചില്ല, ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ട് ഓക്കെ എന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഒന്നിനും സംശയമില്ല. ചേച്ചിയോടെ ഒരു വിശ്വാസം മാത്രമാണ് അവിടെ കണ്ടത്. ഞാൻ പറഞ്ഞു അവൾക്ക് എന്നെ അറിയാം, അതുകൊണ്ടായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു ഇത് ചെയ്തു. പിന്നെ ഞങ്ങളുടെ അന്നത്തെ PGക്കാരുടെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിലില്ലായിരുന്നു. അപ്പോൾ അവൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എല്ലാവരും നമ്മളെ കുറച്ച് പേരൊക്കെ കാണത്തുള്ളൂ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ട് കാണും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് ഓരോ പ്ലാനൊക്കെ കൊടുത്ത് എടുക്കാനൊക്കെ മനസ്സ് കാണിച്ചാൽ എന്ന് ആയല്ലോ. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് അങ്ങനെ കുറച്ച് പേരെടുത്ത് കഴിയുമ്പോൾ നമ്മൾ അവരെയൊക്കെ വിളിച്ച് ഒരു ട്രീറ്റൊക്കെ കൊടുത്ത് ഓക്കെ എല്ലാവരും കാണുകയും ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലാണ്. പിന്നെ ഇനി അടുത്ത മാസം ലാസ്റ്റ് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം വന്നാൽ നമുക്ക് വലിയൊരു ആശ്വാസം. വരാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിട്ടിരിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ലൈവിൽ മാക്സിമം ഞാൻ രാത്രി വരാൻ നോക്കാം. ഓക്കെ.